السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർ റഹീമായ അല്ലാഹു ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് അവന്റെ നിഅമത്തും ബർക്കത്തും ഒക്കെ ചൊരിച്ചു തരട്ടെ. ജീവിതത്തിലെ എല്ലാ തട്ടുമുട്ടും വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. നാം പറഞ്ഞു തുടങ്ങിയത് ദുൽഖർനൈനി എന്ന മഹാന്റെ ചരിത്രമാണ്. ലോകം മുഴുവനും അടക്കി ഭരിച്ച 4 പേരെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിൽ 2 പേര് മുഅ്മിനുകളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. 2 പേരോ അവർ അവിശ്വാസികളുമായിരുന്നു. ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കന്മാരിൽ സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹിമസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബിയെ കാണാം. ആഗോള ഭൂപതിയായിരുന്നു, ലോകം മുഴുവനും അടക്കി ഭരിച്ചവരായി. മറ്റൊരാളാണ് ഖുർആനിൽ പറയപ്പെട്ട ദുൽഖർനൈനി എന്ന ചക്രവർത്തി. അവർ നബിയായിരുന്നില്ല, പക്ഷെ വലിയായിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച ഒരു മഹാനായിരുന്നു. 2 പേര് കാഫിറുകളായിരുന്നു, ലോകം അടക്കി ഭരിച്ച. ഒന്ന് നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേൾക്കാറുള്ള നമ്രൂദ്. മറ്റൊന്ന് ബുഖ്തുൻ നസ്ർ എന്ന ആളുമായിരുന്നു. ഈ 4 പേരാണ് ലോകം മുഴുവനും അടക്കി ഭരിച്ചത്. ലോകം മുഴുവനും അടക്കി ഭരിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ജനവാസമുള്ള മുഴുവൻ സ്ഥലവും ഇവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്നർത്ഥം. ഇവർക്ക് ശേഷം പല നാടുകളെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത്രയാണ്. ദുൽഖർനൈനിയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ഇന്നാ, തീർച്ചയായിട്ടും ഞാൻ, അല്ലാഹു പറയുന്നു, മക്കന്നാ ലഹു, ദുൽഖർനൈനി എന്ന മഹാന് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ഫിൽ അർളി, ഭൂമി ലോകത്ത് മറ്റുള്ളവർക്കില്ലാത്ത പല പല സൗകര്യങ്ങളും ദുൽഖർനൈനി എന്ന മഹാന് ചെയ്തു കൊടുത്തു. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള സൗകര്യം അധിക ആൾക്ക് നൽകിയിട്ടുള്ളതല്ല, അത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രം നൽകിയതാണ്. അങ്ങനെ നൽകപ്പെട്ട അനുഗ്രഹിതരിൽ ഈ ദുൽഖർനൈനി ഉൾപ്പെടുന്നു. വാതൈനാഹുവ, ദുൽഖർനൈനിക്ക് നാം നൽകി, മിൻ കുല്ലി ശൈഇൻ, താൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സബബൻ, അതാതിന്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനുള്ള മാർഗത്തെ, സബബ് എന്ന് പറഞ്ഞ മാർഗത്തെ നാം നൽകുകയുണ്ടായി. ഏത് കാര്യമാണോ താൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിന് സൗകര്യപ്പെടുമാർ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുത്തു. ചരിത്രത്തിൽ ദുൽഖർനൈനി, 2 ദുൽഖർനൈനിയെ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതലുള്ള ഒരു ദുൽഖർനൈനി ഉണ്ട്. ആ ദുൽഖർനൈനിയാണ് നമ്മുടെ ചരിത്ര പുരുഷൻ. മറ്റൊരു ദുൽഖർനൈനി ഉണ്ട്, അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ഐസ് എന്നൊരാളുണ്ടായിരുന്നു. ഐസ് 8 സന്തതികളാണ്. ആ ഐസിന്റെ പരമ്പരയിൽ ഒരു ദുൽഖർനൈനി ഉണ്ട്. അദ്ദേഹം ഇസ്ലാം ആയിരുന്നില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ദുൽഖർനൈൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചവരാണ്. ഖർനി എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്നൊരർത്ഥമുണ്ട്. തന്റെ തലയുടെ 2 ഭാഗത്ത് ഒരല്പമായി ഇങ്ങനെ ഉയർന്നു നിന്നിരുന്നു, അഭംഗിയുള്ള രൂപത്തിലല്ല. അതുകൊണ്ടാണ് തനിക്ക് ദുൽഖർനൈൻ 2 കൊമ്പുടയാള് എന്ന അർത്ഥത്തിനുള്ള ഈ പേര് വന്നത് എന്നും. അതല്ല, അദ്ദേഹത്തിന് 2 വിധത്തിലുള്ള വിജ്ഞാനം നൽകപ്പെട്ടിരുന്നു. പ്രകടമായ വിജ്ഞാനവും ആന്തരികമായ വിജ്ഞാനവും നൽകപ്പെട്ടിരുന്നു. തൊട്ടു മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അറിവിനെ കുറിച്ചും മൂസാ നബിയുടെ അറിവ് എത്തിപ്പെടാത്ത ഖലീൽ നബി അലൈഹി ഇസ്ലാമിന്റെ അറിവിനെ പറ്റിയും പറഞ്ഞു. ആ അറിവനുസരിച്ച് ഖലീൽ നബി പ്രവർത്തിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അതിന്റെ പൊരുള് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, വിശദീകരിച്ചപ്പോഴേ തിരിഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള ലാഹിറും ബാത്തിനുമായ ഇൽമുണ്ട്, പ്രകടമായതും പ്രകടമല്ലാത്തതും. ഇത് 2ഉം ഈ മഹാന് നൽകപ്പെട്ടത് കൊണ്ടാണ് ദുൽഖർനൈൻ എന്ന പേര് നൽകപ്പെട്ടത് എന്ന് ഒരഭിപ്രായമുണ്ട്. അതല്ല, ആ കാലത്തെ ഏറ്റവും വിശാലമായ ഫാരിസിന്റെയും പേർഷ്യയുടെയും
റോമയുടെയും ഭരണാധികാരം താൻ കൈകൊണ്ടതുകൊണ്ടാണ് തനിക്ക് ആ പേര് വന്നത്. ഇങ്ങനെ പേര് വന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. എന്തായിരുന്നാലും താൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു എന്നതിൽ തർക്കമില്ല. ചിലരൊക്കെ നബിയാണെന്ന് പറഞ്ഞവരുണ്ട്. അതല്ല പ്രബലമായത്, മറിച്ച് നബിയാണെന്ന. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ സാം എന്നൊരാളുണ്ടായിരുന്നു. സാം. ആ സാമിന്റെ പരമ്പരയിലാണ് നാം ഈ പറയുന്ന ദുൽഖർനൈൻ ചെന്നെത്തുന്നത്. അദ്ദേഹം വെളുത്ത ആളായിരുന്നില്ല, കറുത്ത ആളായിരുന്നു. ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച്, ആ മാർഗമനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ആളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വഴിക്കാണ് താൻ ജീവിതം നയിച്ചിരുന്നത്. ഇബ്രാഹിം നബി പല പല വസിയത്ത്, ഉപദേശ നിർദ്ദേശങ്ങളും തനിക്ക് നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ ദുൽഖർനൈൻ അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ ലഭിച്ചു എന്നറിഞ്ഞു. അതനുസരിച്ച് താൻ 2-3 യാത്രകൾ നടത്തിയത് ഖുർആനിൽ വായിച്ചെടുക്കാൻ കഴിയും. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ താൻ അള്ളാഹു നൽകിയ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. حتى അങ്ങനെ ഇദാ ബലഗ മഗ്രിബ ശംസി, സൂര്യൻ ഉറൂബാകുന്ന, അസ്തമിക്കുന്ന ഭാഗത്തേക്ക് ദുൽഖർനൈനി ചെന്നു ചേർന്നു. അങ്ങനെ ചെന്നപ്പോൾ വജദഹ, സൂര്യനെ തനിക്ക് കാണാൻ കഴിഞ്ഞു, തഗറുബു, അത് അസ്തമിക്കുന്നതായിട്ട്, ഫി ഐനിൻ, ഒരു തടാകത്തിൽ, ഹമിയത്തിൻ, ചളി നിറഞ്ഞതായ ഒരു ചളിക്കുണ്ടിൽ. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തേക്ക് താൻ യാത്ര ചെയ്തു. പടിഞ്ഞാറ് ചെന്ന് കടൽ തീരത്തെത്തി. ഇനി ഇതിന്റെ അപ്പുറത്ത് ജനവാസമില്ല. ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു. കലങ്ങിയ വെള്ളത്തിലാണ്, ചളിക്കുണ്ടിലെന്ന് പറയാം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ സൂര്യൻ അപ്രത്യക്ഷമാകുന്നതാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ സൂര്യൻ മറയാൻ മാത്രം വിശാലത ഭൂമിക്കില്ല. കാരണം ഭൂമിയേക്കാൾ 13 ലക്ഷം ഭൂമി കൂട്ടിയാലാണ് സൂര്യന്റെ അളവെത്തുക. എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഭൂമിയെ പൊടിച്ചിട്ട് ഈ സൂര്യനിൽ ഇട്ടാലേ സൂര്യൻ നിറയും. അത്ര വിശാലമാണ് സൂര്യൻ. അങ്ങനെയുള്ള സൂര്യന് മറയാൻ പറ്റുന്ന ഒരിടവും ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യ ദൃഷ്ടിയിൽ നിന്ന് അത് മറയുന്നതിന്റെ രൂപ പറഞ്ഞത്. ആ കടലിലെ കലങ്ങിയ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൽ മുങ്ങി എന്നാണ് തോന്നിപ്പോവുക. അപ്പൊ വജദ ഇൻദഹ, പ്രദേശത്ത് ദുൽഖർനൈനി എത്തിച്ചു ഖൗമൻ, ഒരു വിഭാഗം ആൾക്കാരെ. അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു. ഉള്ള, ആ സമയത്ത് നാം പറഞ്ഞു എന്ന് അള്ളാഹു പറയുന്നു, എന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ദുൽഖർനൈനിയോട് പറഞ്ഞു, യാ ദുൽഖർനൈനി, ഓ ദുൽഖർനൈനി, ഇമ്മാ അൻ തുഅദിബ, ഒരുപക്ഷെ ഈ ജനങ്ങളെ നിങ്ങൾക്ക് ശിക്ഷിക്കാം, വഇമ്മാ അൻ തത്തഖിദ ഫീഹിം, മറ്റൊരു പക്ഷെ അവരിൽ നിങ്ങൾക്ക് ആക്കാം, ഹുസ്നൻ, നന്മയെ ആക്കാം. ഒരുപക്ഷെ അവരെ തടവുകാരാക്കി പിടിച്ചിട്ട് അവർക്ക് ഉപദേശ നിർദ്ദേശമൊക്കെ നൽകിയിട്ട് അവരെ നന്നാക്കാം. അതല്ല, അവരെ അനുസരിക്കാത്ത പക്ഷം അവരെ നിങ്ങൾക്ക് നശിപ്പിക്കുകയും ചെയ്യാം. അതിനുള്ള കഴിവും നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. അള്ളാഹു ദുൽഖർനൈനിയോട് പറഞ്ഞു. അപ്പോ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നതിൽ പെട്ടതാണ്. താൻ ഈ പറയപ്പെട്ട പടിഞ്ഞാറൻ ദിക്കിലെ ജനവാസം അവസാനിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങളെ നന്നാക്കാൻ, നന്നാകാത്തവരെ അവസാനിപ്പിക്കാനുള്ള കഴിവും അള്ളാഹു നൽകിയിരുന്നു. എന്നിട്ടോ قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. قال, ഈ നിർദ്ദേശമനുസരിച്ച് ദുൽഖർനൈനി അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കാര്യം കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് തിരിയുന്നതാണ്. അമ്മാമൻ വലമ, അക്രമികളായ വിഭാഗം, അവനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോ അക്രമികൾക്ക് ഇനി അക്രമവുമായിട്ട് തുടരാൻ ഞാൻ അനുവദിക്കുകയില്ല. അവരെ ഞാൻ ശിക്ഷിക്കും. ശിക്ഷിച്ചിട്ട് അവരെ കൊല ചെയ്യും.
സുമ്മ യുറദ്ദു, പിന്നെ അവനെ മടക്കപ്പെടുമില്ല റബ്ബിഹി, റബ്ബിലേക്ക് ചെന്നാലോ ഫയുഅദ്ദിബുഹു, അല്ലാഹു അവനെ ശിക്ഷിക്കും, അദാബൻ നുക്റ, വളരെ വെറുക്കപ്പെട്ടതായ അദാബ്, ശിക്ഷ അവന് നൽകും. അപ്പോൾ അക്രമികളായിട്ട് തുടരുന്ന പക്ഷം ഈ ലോകത്തും വിജയിക്കാൻ കഴിയില്ല, പരലോകത്തുമില്ല. ഈ ലോകത്ത് ഞാൻ അവനെ ശിക്ഷിക്കും, അവരെ കൊല ചെയ്യും. എന്നിട്ട് അവൻ പരലോകത്തെത്തിയാലോ അവിടെയുള്ള കഠോരമായ ശിക്ഷ അതും ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഒരുപക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. അതല്ല വഅമ്മാമൻ ആമന വഅമില സ്വാലിഹൻ ഫലഹു ജസാഅനിൽ ഹുസ്ന വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ. വഅമ്മാമൻ, മറ്റു ചില ആളുകൾ, ആമന, അവർ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ട നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും, അതനുസരിച്ച് അവന്റെ വിശ്വാസത്തെ അവൻ ദൃഢമാക്കി, വഅമില, അവൻ പ്രവർത്തിക്കുകയും ചെയ്തു, സ്വാലിഹൻ, നല്ല കാര്യത്തെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലഹു, അവനുണ്ട് ജസാഅൻ, പ്രതിഫലത്താൽ, അൽ ഹുസ്ന, ഏറ്റവും മെച്ചപ്പെട്ടതുണ്ട്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിലും ഒതുങ്ങാത്ത അത്രയും നല്ല പ്രതിഫലം, സ്വർഗീയമായ സുഖം അവന് കിട്ടും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്തു വേണമെന്ന്. വസനഖൂലു ലഹു, അങ്ങനെ അവനോട് നാം പറഞ്ഞു കൊടുക്കും, മിൻ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നിന്ന്, യുസ്രൻ, വളരെ എളുപ്പമായതിനെ, ഏറ്റവും എളുപ്പമായതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അവൻ നല്ലവനായിട്ട് തീർന്നാൽ അവന് ഇവിടെയും സുഖമുണ്ട്, അവൻ ചെന്നെത്തുന്ന പരലോകത്തോ വളരെ മെച്ചപ്പെട്ടതായ പ്രതിഫലമുണ്ട്. ഇതിൽ നിന്ന് ഏതാണോ അവന് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ അവന് തിരഞ്ഞെടുക്കാം. ഇതനുസരിച്ച് നിരവധി ആളുകൾ സുൽഖർനൈനിയുടെ പാത സ്വീകരിച്ചുകൊണ്ട് ദീനിലേക്ക് വന്നു. ബാക്കിയുള്ളവരെ തടവുകാരായിട്ട് പിടിച്ചു. എന്നിട്ടോ സുമ്മ അത്ബഅ സബബ ഹത്താ ഇദാ ബലഗ മത്ലഅ അശ്ശംസി വജദഹാ തത്ലുഉ അലാ ഖൗമിൻ ലൻ നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റാ. സുമ്മ അത്ബഅ, പിന്നെ സുൽഖർനൈനി തുടർന്നു, സബബൻ, തന്റെ വഴിമാർഗത്തിൽ, തനിക്ക് നിർദ്ദേശിക്കപ്പെട്ട മാർഗത്തിൽ താൻ. അപ്പൊ പടിഞ്ഞാറൻ ദിക്കിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആളുകളൊക്കെ നല്ലവരാക്കി തീർത്തു. അവിടെ സമാധാനമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. അവർക്ക് നൽകേണ്ട നിർദ്ദേശമൊക്കെ നൽകി, ജീവിക്കേണ്ട ചിട്ടകളൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര തുടർന്നു. ഹത്താ ഇദാ ബലഗ, ഇപ്പോൾ സുൽഖർനൈനി എത്തിയിരിക്കുന്നു മത്ലഅ അശ്ശംസി, സൂര്യൻ ഉദിക്കുന്ന ഭാഗത്ത്, കിഴക്കൻ പ്രദേശത്തേക്കാണ് യാത്ര ചെയ്തത്. അങ്ങനെ പടിഞ്ഞാറ് ചെന്ന് ഇപ്പോൾ കിഴക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തി നോക്കിയപ്പോൾ വജദഹ, സൂര്യനെ സുൽഖർനൈനി എത്തിച്ചു, തത്ലുഉ, അത് ഉദിക്കുന്നതായിട്ട്, അലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ. എങ്ങനെയുള്ള ജനതയാകുന്നു? ലം നജ്അൽ ലഹും, അവർക്ക് നാം ആക്കിയിട്ടില്ല, മിൻ ദൂനിഹ, ആ സൂര്യന്റെ താഴെ, സിത്രൻ, യാതൊരു മറയെയും. വെയിൽ വന്നാല് യാതൊരു നിലക്കും ഒരു തണല് അവർക്കില്ല. ഒരു വൃക്ഷമോ ഒരു ചെടിയോ ഒരു വീടോ മറയോ ഒന്നുമില്ലാത്തൊരു പ്രദേശത്ത് താമസിക്കുന്ന ജനവിഭാഗത്തെയാണ് സുൽഖർനൈനി അന്ന് കണ്ടത്. എന്നിട്ടോ കദാലിക വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റാ. കദാലിക, ഈ സംഭവം അങ്ങനെ എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് കിഴക്കൻ നാട്ടിലെത്തിച്ചു. ആ നാട്ടിന്റെ ചുറ്റുപാടുകളും ആ നാട്ടിലെ ആൾക്കാരും അവരുടെ ജീവിത രീതിയും ഒക്കെ ഇപ്പൊ കണ്ടല്ലോ. ഇതാണുള്ളത്. വഖദ് അഹത്നാ, തീർച്ചയായും നാം വലയം ചെയ്തിരിക്കുന്നു, ബിമാ ലദൈഹി, ദുൽഖർനൈനിയുടെ കൈവശമുള്ളത് കൊണ്ട്, തന്റെ കയ്യിലുള്ള ആയുധം എത്രയാണെന്നും തന്റെ ഒപ്പമുള്ള സേന എത്രയാണെന്നും എല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. ഖുബറൻ, അതിന്റെ സർവ്വ വിവരങ്ങളാലും എല്ലാം എന്റെ തിരുനോട്ടത്തിലാണുള്ളത്. ഞാൻ അതിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സഹായിച്ചു കൊണ്ടിരുന്നു. അവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുകളുടെ പ്രത്യേകമായ രൂപം, അവര് സൂര്യൻ ഉദിച്ചാൽ ചുട്ടുകൊള്ളുന്ന വെയിലാണ് അവിടെ മുതൽ. ആ നേരത്തെ അവർ പുറത്തേക്ക് വരില്ല. അവർക്ക് ഭൂമിയിൽ ചില മാളങ്ങളുണ്ട്, ആ പൊത്തിലാണ് അവർ താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അവർ പുറത്തു വരുന്നു. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വസ്തുക്കളൊക്കെ എടുത്ത് വീണ്ടും ഒരു മാളത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെയുള്ളത്. അവരോട് നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. സുമ്മ അത്ബഅ സബബ,
حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا ثم أتبع سببا. വീണ്ടും ദുൽഖർനൈനി തന്റെ മാർഗത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. സഞ്ചാരം, യാത്ര വീണ്ടും തുടരുന്നു. ഇപ്പൊ പടിഞ്ഞാറൻ ദിക്കിലെ ജനങ്ങളെ നേർവഴിയാക്കിയിട്ട് കിഴക്കൻ പ്രദേശത്തെത്തി. അവിടെ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. എന്നിട്ട് യാത്ര തുടരുന്നു. ഈ യാത്ര എത്തുന്നത് തുർക്കിയുടെ ഭാഗത്തേക്കാകുന്നു. തുർക്കിയുടെ അതിർത്തിയിൽ അദ്റബീജാൻ, അർമീനിയ എന്നീ പ്രദേശങ്ങളുണ്ട്. അതിന്റെ അടുത്താണ് യജൂജ് മൗജൂജ് എന്ന് പറയപ്പെടുന്ന വിഭാഗമുള്ളത്. അവരുടെ നാടിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഈ മഹാനവറുകൾ എത്തിയിരിക്കുന്നത്. ഈ യാത്ര തുടർന്നു. ഹത്താ ഇദാ ബലഗ, ഇപ്പോൾ ദുൽഖർനൈനി എത്തിയിരിക്കുന്നു. ബൈന സദ്ദൈനി, രണ്ട് വലിയ മലകളുണ്ട്. ആ രണ്ട് മലകൾക്കിടയിൽ എത്തിയിരിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന രണ്ട് മലകൾ രണ്ട് ഭാഗത്ത്. വജദ മിൻ ദൂനിഹിമ, അതിന്റെ അപ്പുറത്ത് ദുൽഖർനൈനി, അതിന്റെ ഇപ്പുറത്ത് ദുൽഖർനൈനി കണ്ടു ഖൗമൻ, ഒരു വിഭാഗം ആൾക്കാരെ. ആ ആളുകളുടെ പ്രത്യേകത ലാ യക്കാദൂന യഫ്ഖഹൂന, അവര് മനസ്സിലാക്കാൻ അടുത്തിട്ടില്ല ഖൗലൻ, വാക്കിനെ. അവർക്ക് പറഞ്ഞാല് തിരിയാൻ വളരെ പ്രയാസമാണ്. ബുദ്ധി കുറഞ്ഞ വിഭാഗമാണ്. ജനസമ്പർക്കം വളരെ കുറഞ്ഞവരാണ്. അങ്ങനെയുള്ള അവരുടെ സംസാരം മറ്റുള്ളവർക്ക് തിരിയാനും വളരെ പ്രയാസമാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെയാണ് ദുൽഖർനൈനി അവിടെ കണ്ടത്. ബുദ്ധിപരമായിട്ട് വളരെ കുറഞ്ഞ. ഒരു തഫ്സീർ ജലാലൈനിയിൽ കാണാം, ലാ യഫ്ഹമൂനഹു ഇല്ലാ ബഅദ ബുത്വീൻ, അവരോട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് അവർക്ക് തിരിയാൻ തന്നെ കുറെ സമയമെടുക്കും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരുടെ സംസാരം ദുൽഖർനൈനിയുടെ സംസാരം അവർക്കോ തിരിയുന്ന രൂപത്തിലല്ല ഉള്ളത്. അവർക്ക് പലതും തന്നോട് പറയണമെന്നുണ്ട്. അവര് ഇങ്ങനെയുള്ള ഒരാളെ കാത്തിരിക്കുകയാണ് അവരുടെ കേസ് പറയാൻ വേണ്ടിയിട്ട്. അന്നേരം അവരുടെ ഭാഷ തിരിയുന്ന തുർക്കിക്കാരനായ ഒരാൾ, ഒരു മുത്തർജിമ വന്നു. അയാൾ മുഖേന ദുൽഖർനൈനി ഇവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഖാലു, അവർ പറഞ്ഞു, യാ ദുൽഖർനൈനി, ഓ ദുൽഖർനൈനി എന്നവരെ, നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ദുൽഖർനൈനി എന്നവരാണല്ലോ. ഖാലു യാ ദുൽഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഖാലു, ഈ സാധു ജനങ്ങൾ, ബുദ്ധിപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം പറഞ്ഞു, യാ ദുൽഖർനൈനി, ദുൽഖർനൈനി എന്നവരെ, ഇന്ന യഅജൂജ മൗജൂജ, ഞങ്ങൾക്കൊരു പ്രശ്നം പറയാനുണ്ട്. യഅജൂജ് മൗജൂജ് എന്ന രണ്ട് വിഭാഗമുണ്ടല്ലോ, അവർ മുഫ്സിദൂന ഫിൽ അർളി, ഞങ്ങളുടെ നാട്ടിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. അവർ പലപ്പോഴും ഞങ്ങളുടെ നാടുകളിലേക്ക്, പ്രദേശത്തേക്ക് കടന്നു കയറുകയും എന്നിട്ട് ഞങ്ങളെ കൊല ചെയ്യുകയും ഞങ്ങൾക്ക് വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ തട്ടിയെടുക്കുകയും എന്നല്ല, അവർ ഞങ്ങളെ തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വിഭാഗമാണ് അവർ. മനുഷ്യരാണോ? മനുഷ്യരാണെങ്കിൽ തന്നെ അവരുടെ പ്രകൃതി മുഴുവൻ ജന്തുക്കളുടെ പ്രകൃതിയാണ്. അവരിൽ വളരെ നീണ്ട ആൾക്കാരുണ്ട്, വളരെ കുറിയ ആൾക്കാരും ആ കൂട്ടത്തിലുണ്ട്. അവരുടെ രൂപം തന്നെ വളരെ വികൃതമാകുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ജീവികളുടെ അരികിലൂടെ അവർ പ്രവേശിക്കുകയോ വേണ്ടു, നടക്കുകയോ വേണ്ടു, ഉടനെ അതിനെ പിടിക്കും. എന്നിട്ട് ലാ യമുറൂന ബിഫഈലിൻ വലാ വഹീശിൻ വലാ ഖിൻസീരിൻ ഇല്ലാ അകലുഹു. അവർ ഒരു പ്രദേശത്തുകൂടെ പോകുമ്പോൾ ഏത് ജീവിയായിരുന്നാലും, അത് വേട്ടമൃഗമാണെങ്കിലും പന്നിയാണെങ്കിലും, ഇല്ലാ അകലുഹു, അതിനൊക്കെ അവർ പിടിച്ച് ഭക്ഷിക്കും. ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗമാകുന്നു. മാത്രമല്ല വമം മാത്തമിൻഹും അക്കലുഹു, അവരിൽ നിന്ന് തന്നെ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ശവം അവർ കുഴിച്ചിടല്ല, അതും തിന്നുന്ന വിഭാഗമാകുന്നു. ഇങ്ങനെയുള്ളവരാണ് യജൂജ് മൗജൂജ്. അവർ ഈ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് കടന്നു വരും. എന്നിട്ട് മുഫ്സിദൂന ഫിൽ അർളി, ഞങ്ങളുടെ ഭൂപ്രദേശത്ത് അവർ നാശമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, വഹൽ നജ്അലു ലക, നിങ്ങൾക്ക് ഞങ്ങൾ ആക്കട്ടെയോ ഖർജൻ, നികുതിയെ, ഞങ്ങൾ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ നിങ്ങളെ നിശ്ചയിക്കുന്ന സമയത്തൊക്കെ നികുതി തരാം. വ്യവസ്ഥ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും, ഞങ്ങളുടെയും അവരുടെയും പ്രദേശങ്ങൾക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കി തരണം.
സദ്ദൻ ഒരു മതിൽക്കെട്ടിനെ ഉണ്ടാക്കി തരണം, അവർക്ക് ഞങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ ഒരു മതിൽ നിങ്ങൾ ഉണ്ടാക്കി തരാമെന്ന വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ഒന്നായിട്ട് കാശിറക്കാനില്ല. നിങ്ങൾ നിശ്ചയിക്കുന്ന അവധി അനുസരിച്ച് നികുതി അടച്ചുകൊള്ളാം, എന്നിട്ട് ആ കടം ഞങ്ങൾ വീട്ടിക്കൊള്ളാം അല്പാൽപമായിട്ട്. ഇങ്ങനൊരു ഉപകാരം നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുമോ എന്ന് ആ സാധു ജനങ്ങൾ ദുൽഖർനൈനിയോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു. ഇതിന് ഉത്തരമായിട്ട് ദുൽഖർനൈനി പറഞ്ഞു, ദുൽഖർനൈനിയെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, പല പല സൗകര്യങ്ങളും നാം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചവരാണ്. അവർക്ക് ഇവരുടെ നികുതി കിട്ടിയിട്ടൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ദുൽഖർനൈനി അവരോട് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. ഖാല ദുൽഖർനൈനി പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ഏതൊന്നിലാണോ സൗകര്യം ചെയ്തു തന്നത് അത് ഖൈറുൻ വളരെ ഗുണകരമായതാകുന്നു. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, പട്ടാളത്തെ നയിക്കാനുള്ള പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്, ഇതാ ഇവിടെയും അവിടെയുമുള്ള ജനങ്ങളെയൊക്കെ നന്നാക്കാനുള്ള തൗഫീക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു എനിക്ക് ഏത് കാര്യത്തിലെല്ലാമാണോ സൗകര്യം ചെയ്തത് അത് ഖൈറുൻ വളരെ ഗുണകരമായതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നികുതി തന്നിട്ട് സഹായിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ശരീരബലമാണ് എനിക്ക് നൽകേണ്ടത്. ഫഅഈനൂനി, എന്നെ നിങ്ങൾ സഹായിക്കൂ ബിഖുവ്വത്തിൻ, നിങ്ങളുടെ ശരീരശക്തി കൊണ്ട്. മതിൽ കെട്ടാൻ നമുക്ക് അതിനാവശ്യമായ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നാൽ അജ്അൽ ബൈനക്കും വബൈനഹും, നിങ്ങളുടെയും അവരുടെയും ഇടയിൽ ഞാൻ ഉണ്ടാക്കും റദ്മൻ, അതിശക്തമായ ഒരു മതിൽക്കെട്ട് ഞാൻ ഉണ്ടാക്കി തരും. അവിടെ മുതൽ നിങ്ങൾക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കാം എന്ന് ദുൽഖർനൈനി ആ ജനവിഭാഗത്തോട് പറഞ്ഞു. അങ്ങനെ മതിൽക്കെട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ദുൽഖർനൈനി പറഞ്ഞത്, ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സാവാ ബൈന الصدفين قال انفخوا حتى إذا جعله نارا قال آتوني يفرغ عليه قطرا. ആതൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവരൂ സുബറൽ ഹദീദി, ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ടതായ കല്ലുകളെ കൊണ്ടുവരൂ. നല്ല കല്ലുകൾ കൊണ്ടുവരണം, കല്ല് വലുപ്പത്തിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് നാം ഇവിടെ മതിൽ നിർമ്മിക്കാൻ പോകുന്നത്. അതെന്തിനാണത്? മറുഭാഗത്തുള്ള ശത്രു വളരെ ശക്തനാണ്, അവന് ഇങ്ങോട്ട് ഇനി കടന്നു വരാനോ കടന്നാക്രമണം ചെയ്യാനോ കഴിയരുത്. അതിനു വേണ്ടിയിട്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന കല്ല് രൂപത്തിലുള്ളത്, സുബർ എന്ന് പറഞ്ഞാൽ ഖിത്അത്ത് എന്നർത്ഥം, കഷ്ണം കഷ്ണമായിട്ട് കല്ല് രൂപത്തിൽ മുറിക്കപ്പെട്ടത് ഉണ്ടാക്കൂ. അങ്ങനെ അത് കൊണ്ടുവരൂ. അങ്ങനെ അവർ കൊണ്ടുവന്നു. ഈ രണ്ട് മലകൾക്കിടയിലുള്ള ഈ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം മുഴുവനും ഈ പറയപ്പെട്ട കല്ല് വെച്ചിട്ട് അങ്ങനെ നിരത്തി. ഇപ്പം പറയപ്പെട്ട ഉയർന്ന മലയുടെ ഉയരത്തിൽ ഈ മതിലും എത്തിയിരിക്കുന്നു. ഇനി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കോ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കോ പോകാൻ കഴിയാത്ത രൂപത്തിൽ അതിശക്തമായ മതിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഹത്താ ഇദാ സാവ, അങ്ങനെ ദുൽഖർനൈനി സമപ്പെടുത്തിയപ്പോൾ ബൈനസ്വദഫൈനി, ആ രണ്ട് മലകൾക്കിടയിൽ ഒഴിവുള്ള സ്ഥലം മുഴുവനും ഇപ്പൊ പൂരിപ്പിച്ചു കഴിഞ്ഞു. വലിയ മതിൽക്കെട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് ഖാല, ദുൽഖർനൈനി പറഞ്ഞു, ഉംഫുഖു, നിങ്ങൾ ഇതിലേക്ക് ഊതു. ഇതിൽ തീ വെച്ചിട്ട് ആ തീ ഇങ്ങനെ ഒലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഊതാൻ വേണ്ടിയിട്ട്, കാറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഈ ഇരുമ്പിന്റെ മതിലിൽ തീ കൊണ്ടിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചൂടാക്കിയിട്ട് വളരെയേറെ ചൂടായ സമയത്ത് ഹത്താ ഇദാ ജഅലഹു, ആ മതിലിനെ, ആ ഇരുമ്പ് മതിലിനെ നാറൻ തീയാക്കിയതായ സമയത്ത്, തീയാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കണ്ടാൽ തീയിന്റെ അതേ നിറമാണ്. ഇരുമ്പ് തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി പാകപ്പെടുത്തിയാൽ തീ പോലെ തന്നെ ആ ഇരുമ്പ് ഇങ്ങനെ ചുകന്നിരിക്കും. ഇങ്ങനെയുള്ള വർണ്ണമാകുന്ന സമയത്ത് ഖാല, ദുൽഖർനൈനി പറഞ്ഞു, ആത്തൂനി, ഇനി നിങ്ങൾ കൊണ്ടുവരൂ. കൊണ്ടുവന്നാൽ ഉഫ്രിഗ അലൈഹി, അതിന്റെ മേൽ ഞാൻ ചൊരിക്കാം, ഖിത്റൻ, ഈയത്തെ ഒഴിക്കാം. ഈ എന്ന് പറഞ്ഞാല് ചെമ്പ് ഉരുക്കിക്കൊണ്ടുണ്ടാക്കുന്ന ദ്രാവകം. ആ ദ്രാവകത്തെ മതിലിന്റെ മുകളിൽ അതുപോലെ ഇതിന്റെ പഴുതുകളിലൊക്കെ ഒഴിച്ചാൽ ശരിക്ക് അത് വാർക്കപ്പെട്ടതായി തീരും. ഇപ്പോ വാർപ്പിന്റെ നല്ല ഒരു മതിൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി ഈ മതിലിന്റെ പ്രത്യേകത, അപ്പുറത്തുള്ള ശത്രുവിനെ ഇങ്ങോട്ട് ഒരു നിലക്കും കടന്നു വരാൻ കഴിയില്ല.
മതിൽ നിർമ്മാണം കഴിഞ്ഞു. ആ മതിലിന്റെ അവസാന പണിയാണ് ഈ പറയപ്പെട്ട ഈ ഉരുക്കപ്പെട്ട ലോഹം മതിൽ ഒഴിക്കുക എന്നുള്ളത്. അത് ഒഴിച്ചു. ഇപ്പോൾ അത് വളരെ സുഭദ്രമായിരിക്കുന്നു. ആ മതിലിന്റെ പ്രത്യേകതയാണ് ഇനി പറയാനുള്ളത്. വളരെ ശക്തമായ മതിലാണ്. രണ്ട് മലകളാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത്. ആ മലകളിൽ നിന്നാണ് ഇതിന്റെ പ്രാരംഭം. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒഴിവു സ്ഥലം മുഴുവനും നികത്തി ഇപ്പോൾ ആ മലയോളം ഉയർന്നിട്ട് ഈ മതിലും നിലകൊള്ളുന്നു. ഈ മതിലാണെങ്കിലോ ഇരുമ്പുരുക്ക് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. അതിന്റെ മുകളിൽ ചെമ്പുരുക്കിയിട്ട് ആ ഉരുക്കിയ അതേ സമയത്ത് തന്നെ ഒഴിച്ചിട്ട് പാകപ്പെടുത്തി ഒറ്റ വാർപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഫമസ്താഉ, ആ എതിരാളികൾ കഴിവുള്ളവരാവുകയില്ല. എതിരാളികളാണ് ഈ മലയുടെ അപ്പുറത്തുള്ള യജൂജും മൗജൂജും ഒക്കെ. യദ്ഹറുഹു, ഇതിനെ ചാടിക്കടക്കാൻ, ഇതിന്റെ മുകളിലൂടെ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. അത്ര ഉയരം ഇതിനുണ്ട്. പിന്നൊരു പണിയുള്ളത് ഇത് പൊളിക്കലാണല്ലോ. ഇതിനെ ഇളക്കലും ഇതിനെ പൊളിക്കലും തുരക്കലൊക്കെയാണല്ലോ. വമസ്തത്താവു, അവർ കഴിയുന്നവരല്ല. ലഹു, ഇതിന് നെക്കുമ്പൻ നോട്ട തുളക്കാൻ അവർ കഴിവുള്ളവരുമല്ല. അത്ര ഭദ്രമായ രൂപത്തിലാണ് ഈ മതിലിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സുരക്ഷിതത്വം നൽകേണ്ടുന്ന ആ വിഭാഗത്തിന് ഇവിടെ സുരക്ഷിതത്വം നൽകുകയും അക്രമികളായ ആ യജൂജ് മൗജൂജിനെ ആ മതിലിന്റെ അപ്പുറത്താക്കുകയും ചെയ്തു. അർമീനിയ, അദർബീജാനിന്റെ പ്രദേശത്താണ് ഇതുള്ളത്. ഈ മതിൽക്കെട്ടിനാണ് ദുൽഖർനൈൻ കെട്ട് എന്ന് പറയപ്പെടുന്നത്. അതിന്റെ ഇപ്പുറത്ത് സമാധാനകാംക്ഷികളായ ഈ ജനങ്ങളും അപ്പുറത്ത് ഈ കുഴപ്പക്കാരായ വിഭാഗവും കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ അവിടെ സമാധാനം സൃഷ്ടിച്ചുകൊണ്ട് ദുൽഖർനൈൻ അള്ളാഹു തന്നെ ഏൽപ്പിച്ച ആ കർത്തവ്യം നിർവഹിച്ചു. അർഹമുർ റാഹിമായ അള്ളാഹു അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനും അവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും സാധുക്കളായ പാപികളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മഹാന്മാരുടെ ഈ ജീവിത സംഭവങ്ങൾ നമ്മുടെ നല്ല ജീവിതത്തിന് വഴികാട്ടട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.